അയോധ്യയിലെത്തുന്ന രാമഭക്തരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം. ഭക്തർക്കായി തുറന്നു നൽകിയ രാമക്ഷേത്രത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കാണാം. അയോധ്യയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രാംലല്ല പൂർവാധിക ശോഭയോടെ വീണ്ടും പ്രതിഷ്ഠിതനായിരിക്കുന്നു. പുതിയ രാമമന്ദിരത്തിന്റെ വിശേഷങ്ങൾ കാണാം. ക്ഷേത്രത്തിനകത്തേക്കുള്ള പ്രധാനപ്പെട്ട എൻട്രി ഇവിടെയാണ്. ആന്ധ്രാപ്രദേശ്, അതോടൊപ്പം തന്നെ കർണാടക തുടങ്ങിയ ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ച മാർബിൾ ഉപയോഗിച്ചാണ് ഈ സ്റ്റെപ്പുകൾ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം ഇതാണ്. ഈ പടികൾ കടന്ന് മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയാണ് രാംലല്ല ഉള്ളത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് ഈ പ്രധാനപ്പെട്ട കവാടത്തിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടത്. നാഗര സ്റ്റൈലിലുള്ള, അതായത് ഉത്തരഭാരതത്തിലെ ക്ഷേത്രങ്ങളെല്ലാം നാഗര സ്റ്റൈലിലാണ് നിർമ്മിക്കുന്നത്. ഗുപ്ത കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ട ഒരു നിർമ്മാണ ശൈലിയാണ്. ആ രീതിയിലാണ് രാമജന്മഭൂമിയിലെ ക്ഷേത്രവും ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് കാണാം, പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നിരവധി തൂണുകൾ കൊണ്ട് സമ്പന്നമായൊരു ക്ഷേത്രം കൂടിയാണ്. അതായത് ഈ 3 നിലകളിലായി 392 തൂണുകളാണ് ഉള്ളത്. ഇത്തരത്തിൽ ഓരോ തൂണുകളിലും ഹൈന്ദവ ബിംബങ്ങൾ, അതോടൊപ്പം തന്നെ ശ്രീരാമന്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള അടയാളങ്ങൾ, ഇത്തരത്തിൽ കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞ 392 തൂണുകൾ 3 നിലകളിലായുണ്ട്. ആദ്യത്തെ നിലയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗർഭഗൃഹവും പ്രദക്ഷിണ വീതിയും അടങ്ങുന്ന ആദ്യത്തെ നിലയാണ്. ആ ആദ്യത്തെ നിലയിൽ 161 തൂണുകളും, രണ്ടാമത്തെ നിലയിൽ 144 തൂണും, മൂന്നാമത്തെ നിലയിൽ ഇനി നിർമ്മിക്കാൻ പോകുന്ന 3-ാം നിലയിൽ 82 തൂണുമാണ്. അങ്ങനെയാണ് ഈ 392 തൂണ്. ഇത് കൂടാതെ 44 വാതിലും അടങ്ങുന്നതാണ് അയോധ്യയിൽ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള രാമക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വീതിയിൽ 7 ഉപദേവതാ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഓരോ ക്ഷേത്രത്തിന്റെയും വാതിലുകൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വാതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് മലയാളികൾ അടങ്ങുന്ന ഒരു സംഘം കൂടിയാണ്. ഒരു ഹൈദരാബാദ് കമ്പനിയാണ് ക്ഷേത്രത്തിന്റെ വാതിലുകൾ മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം, പൂവാർ സ്വദേശികൾ അടങ്ങുന്ന ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഈ മഹാക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ, അതോടൊപ്പം തന്നെ ഉപദേവതാ ക്ഷേത്രങ്ങളുടെ വാതിലുകളെല്ലാം ഈ സ്വർണം പൂശിയ നിലയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലാണ് ഈ കാണുന്നത്. ഈ സ്വർണ്ണവാതിൽ തുറന്നു കഴിഞ്ഞാൽ രാംലല്ലയുടെ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. 5 വയസ്സ് പ്രായമുള്ള ബാലകരാമന്റെ വിഗ്രഹമാണ് ക്ഷേത്രത്തിനകത്ത് ഇന്നിപ്പോൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ഗർഭഗൃഹത്തിന്റെ മറ്റൊരു സവിശേഷത, എല്ലാ വർഷവും രാമനവമി ദിനത്തിൽ, നമുക്കറിയാം ഭഗവാൻ ശ്രീരാമൻ ജനിച്ചത് രാമനവമി ദിനത്തിലാണ്. ആ ദിവസം സൂര്യപ്രകാശം വിഗ്രഹത്തിന്റെ നെറ്റിയിൽ തട്ടുന്ന രീതിയിലാണ് ഗർഭഗൃഹം നിർമ്മിച്ചിരിക്കുന്നത് എന്നതും ഈ മഹാക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ്. രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള ബാൻസി കല്ലുകൾ ഉപയോഗിച്ചാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. ഈ കല്ലുകൾ ഉപയോഗിച്ചാണ് ഭാരതത്തിന്റെ പുതിയ പാർലമെന്റ് മന്ദിരം, അതുപോലെ തന്നെ അക്ഷർധാം ക്ഷേത്രമൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതേ കല്ലുകൾ അവ ഉപയോഗിച്ചുകൊണ്ട്, അതായത് കല്ലുകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിലുള്ള പ്രത്യേകതരം കല്ലാണ്. ഇവ കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടത്തിയിരിക്കുന്നത്. ഇരുമ്പ് ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അതിനാൽ തുരുമ്പെടുക്കില്ല എന്ന സവിശേഷതയും ഈ രാമക്ഷേത്രത്തിനുണ്ട്. 1000 വർഷം നിലനിൽക്കുന്ന രീതിയിലാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം എന്നതാണ് മറ്റൊരു സവിശേഷത. ഭഗവാൻ ശ്രീരാമന്റെ പുത്രന്മാരായ ലവനും കുശനും ഈ മണ്ണിൽ സ്ഥാപിച്ച പുരാതന ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിലാണ് വീണ്ടും രാമജന്മഭൂമിയിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ ഘടകം. ഈ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചന്ദ്രകാന്ത് ബായി സോംപൂരയാണ്. നമുക്കറിയാം, സോംപൂര കുടുംബം ഭാരതത്തിനകത്തും പുറത്തുമായി ഏതാണ്ട് 300-ലധികം ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതിൽ ചന്ദ്രകാന്ത് ബായി സോംപൂരയാണ് 1989-ൽ പുതിയ രാമക്ഷേത്രത്തിന്റെ ഡിസൈൻ രൂപകൽപ്പന നിർവഹിക്കുന്നത്. പിന്നീട് 2019-ൽ സുപ്രീം കോടതി വിധി വന്നതോടുകൂടി 89
2009 ആ ഒരു ഡിസൈനിൽ ചെറിയൊരു മാറ്റമുണ്ടായി. കാരണം അന്ന് സോംപൂര രൂപകൽപ്പന ചെയ്തത് 2 നിലയുള്ള ക്ഷേത്രമാണെങ്കിൽ ഇത് 3 നിലയുള്ള ക്ഷേത്രമാണ്. മാത്രമല്ല ഈ സോംപൂര കുടുംബത്തിൻ്റെ മറ്റൊരു സവിശേഷത ചന്ദ്രകാന്ത് ഭായി സോംപൂരയുടെ മുത്തച്ഛനായ പ്രഭാകർ ഭായി സോംപൂരയാണ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ ഘടകം. ഞാൻ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ 1-ാം നിലയിലാണ്. ഇവിടെ ഗർഭഗൃഹവും 7 ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ 2-ാം നിലയിലാണ് രാം ദർബാർ വരുന്നത്. രാം ദർബാർ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മൺ, അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമിയും അടങ്ങുന്ന വിശാലമായ രാം ദർബാർ 2-ാമത്തെ നിലയിൽ വരുമ്പോൾ 3-ാം നിലയിൽ മഹാക്ഷേത്രത്തിൻ്റെ ശിഖരവും കൊടിയുമൊക്കെ അടങ്ങുന്നതാണ് 3-ാമത്തെ നില. എന്തായാലും രാമക്ഷേത്രം 70 ഏക്കറിലാണ് വരുന്നത്. നിലവിൽ ശ്രീകോവിൽ അടങ്ങുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തയ്യാറായിരിക്കുന്നത്. 2025 ഡിസംബറോടുകൂടി ഈ 70 ഏക്കറിൽ ടെമ്പിൾ കോംപ്ലക്സ് അടങ്ങുന്ന നിർമ്മിതികൾ പൂർത്തിയാകും. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.